വ്ളോഗ് എന്ന് പറഞ്ഞാൽ ടാക്കിൻ്റെ ചിക്കൻ കറിയാണ്. കണ്ടോ ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ച് ഉള്ളി അരിയാൻ പറഞ്ഞേക്കുവാണ്. ചിക്കൻ 1 മണിക്കൂർ മുമ്പ് മസാല ആക്കി വെച്ചത് ഈ എണ്ണയിലോട്ട് ഇടുക. ഈ എണ്ണയിൽ നിന്ന് അത് കറുത്ത് വരുമ്പോൾ ഇവിടോട്ട് ഇടുക. ചിക്കൻ കറി വെക്കുന്ന ചിക്കൻ സ്പെഷ്യലിസ്റ്റ് കോഴി ഡക്ക് ഇത് കണ്ടോ, ഉണ്ടാക്കുന്ന കണ്ടോ, എല്ലാം റെഡിയാണ്. ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ ലൈറ്റ് ആവും. അതിന് മുമ്പ് നമ്മൾ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? നിന്നെ 4 പേര് അറിയുമോ? നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? തളച്ചെണ്ണ വെച്ചിട്ട് നിന്റെ കഴിവ് നോക്കിയാണ്. അവൻ്റെ കഴിവാണ്. അങ്ങനെ ഗായ്സ്, ഞങ്ങളുടെ ചിക്കൻ വറുത്ത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ കോരി മാറ്റുകയാണ്. കണ്ടോ, ഒരു പാത്രത്തിലേക്ക്. ആരാ ചെയ്യുന്നത്? സ്പെഷ്യൽ ചിക്കൻ ചില്ലി മസാലയ്ക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം. ഇതുപോലെ ഇങ്ങനെ കുനുകുന അരിഞ്ഞ 4 സവാള, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെ പേസ്റ്റ് ആക്കിയത്, പിന്നെ നമ്മുടെ ചിക്കൻ, പിന്നെ എന്താ വേണ്ടതെന്ന് പിന്നെ പറഞ്ഞു. സോറി ഗായ്സ്, ഞാൻ പാത്രം കഴുകാൻ പോയതുകൊണ്ട് ഇടയ്ക്കൊന്ന് മിസ്സായിട്ടുണ്ട്. ഇതിന് ഉള്ളി ചട്ടിയിലിട്ട് എണ്ണ ഒഴിച്ച് വഴറ്റുവാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ മുരിഞ്ഞ് പിടിപ്പുണ്ട്. കുറച്ച് നേരത്തേക്ക് നമ്മളെ അടുക്കളയിലോട്ട് കേട്ടിട്ടില്ല കേട്ടോ. ആരും പേടിക്കണ്ട. എന്നെ പേടിച്ചിട്ടാണ് കേട്ടാത്തത്. കാരണം എന്താ അതൊക്കെ? ശല്യം, വളരെ ശല്യമാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കുവാണ്. കൊള്ളാം. രണ്ടാമത്തെ വട്ടമാണ് ടേസ്റ്റ് നോക്കുന്നത്. ഒരു വട്ടം കൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ നിർത്തും. ഒരു ഗൈസ് ടേസ്റ്റ് നോക്കാൻ പോയ സമയത്ത് ഡക്കത്തിനകത്ത് എന്തൊക്കെയിട്ടത് പറഞ്ഞേ? തക്കാളി എത്രണ്ണം? 2 തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്. ഓക്കെ, അതും ആഡ് ചെയ്തു. മിക്സായിപ്പോയി. അതിനകത്ത് മുളക് പൊടി 1 സ്പൂണ്, ചിക്കൻ മസാല 1 സ്പൂണ്, മല്ലിപ്പൊടി കുറച്ച്, ഗരം മസാല കുറച്ച് ഇട്ട് വഴറ്റുക. എല്ലാം കൂടെ മസാലയ്ക്ക് ഒന്ന് മൂത്ത് വരണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇത് മൂത്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കണ എങ്ങനെയെങ്കിലും ഒരു കെച്ചപ്പും കൂടെ ഇച്ചിരി ആഡ് ചെയ്യണം. ഈ ഡിഷിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞേ? ചില്ലി ചിക്കൻ മസാല. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്തത്. കുറച്ച് മാത്രം തിളച്ച വെള്ളം ചേർത്ത് നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ടിഷ്യൂ പോകാതെ സൂക്ഷിക്കുക. ഒരു ചെറിയ പീസ് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക. മസാലയൊക്കെ ചിക്കൻ പിടിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഡക്ക് കാണിച്ച പോലെ ഒന്നും കാണിക്കരുത്, കൈകൊണ്ട് അഭ്യാസമൊന്നും കാണിക്കരുത്. ഇളക്കി കൊടുക്കുക. ഓക്കെ, മസാല എല്ലായിടത്തും ഉണ്ടോ പിടിച്ചേക്കണുണ്ടോ? എല്ലായിടത്തും ഒരുപോലെ പിടിപ്പിക്കണം. മൂടി അടച്ച് ചേർക്കാം. കുറച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ മൂടുവാണ്. പാത്രം കഴുകൽ സെക്ഷനാണ് നിങ്ങൾക്ക് കാണുമെങ്കിൽ. അതിനും കോഴ്സ് ഉണ്ട്. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടിച്ചു പിടിക്കരുത്. ഇനി നമ്മൾ ലാസ്റ്റ് ചേരുവ ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ മല്ലിച്ചേർത്ത് നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലിട്ട് ചിക്കൻ ഉള്ളും കൂടെ ഒന്ന് നൈസായിട്ട് വറുത്തെടുക്കുക. ചട്ടിയിലിട്ട് ഓക്കെ, കളർ മാറുന്നവരെ, കറുത്ത കളർ മാറുന്നവരെ ഷെഫ് പറയുന്ന പോലെ ചെയ്യുക. ഇനി നമ്മൾ അടുപ്പ് മാറ്റിയിട്ട് ഫുൾ തീയിൽ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. തിരിച്ചും മറിച്ചിട്ട്
ഉടയാൻ പാടില്ല ചിക്കൻ. ഇനി നമ്മുടെ മല്ലിച്ചപ്പും പച്ചമുളകും അരിഞ്ഞ് വെച്ചേക്കുന്നത് മുകളിലോട്ട് വിതറി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. കുറച്ച് നേരം ആ ഇരുന്ന ചൂടിൽ, ആ അടുപ്പിൻ്റെ ചൂടിൽ ആ പാത്രവും കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ഔട്ട്പുട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലി മസാല ഇവിടെ റെഡി ആയിരിക്കുന്നു. സ്വാദിഷ്ടമായി എന്തിൻ്റെ കൂടെ കഴിക്കുന്നതൊക്കെ ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ